വൃത്തികെട്ട ഭാഷ മാത്രമേ അവൻ്റെ വായിൽ നിന്ന് വരത്തുള്ളൂ. പെണ്ണുങ്ങളോട് മഹാമോശമായ വൃത്തികെട്ട ഭാഷ മാത്രമേ അവൻ പറയത്തുള്ളൂ. ഞങ്ങൾ ഈ വെയിലും കൊണ്ട് മനുഷ്യൻ്റെ ചീത്തയും കേട്ട് മഴയും നനഞ്ഞ് ഉണ്ടാക്കുന്ന പൈസയാണ് ഇവർ ഈ പിടിക്കുന്നത്. മദ്യം ഈ ലോട്ടറിയും കൊണ്ടല്ലേ സർക്കാർ പിടിച്ചു നിൽക്കുന്നത്. ഞങ്ങൾ ആത്മഹത്യയുടെ പക്കത്തെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കുടുംബങ്ങൾ ഇതും കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. മനുഷ്യർക്കെല്ലാം മുഷ്ടിൽ ഞങ്ങളോ ടിക്കറ്റ് എടുക്കുന്നില്ല. ഈ ടിക്കറ്റ് വിൽക്കുന്ന പൈസ കൊണ്ട് വേണം മരുന്ന് മേടിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ. അതിനെ പറഞ്ഞ് ഈ സർക്കാർ ഇറങ്ങാതെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യണം? ഈ ലോട്ടറി കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. ഒരു മനുഷ്യൻ ഞങ്ങളോട് ലോട്ടറി എടുക്കുന്നില്ല. 10, 100, 150 ഒക്കെ വിറ്റുകൊണ്ടിരുന്നവരൊക്കെ ഇന്ന് 60 എണ്ണം. ഞാൻ 60 എണ്ണമൊക്കെ വിറ്റിരുന്നത്. ഇപ്പം അത് 30,000 അപ്പോൾ ഈ ലോട്ടറിക്ക് ഉണ്ടായിരുന്ന പ്രൈസും കൂടെ അവർ കുറച്ച്, പിന്നെ ലോട്ടറിയുടെ കമ്മീഷനും കുറച്ച്. ഞങ്ങൾക്ക് ഇതും കൊണ്ട് ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ലോട്ടറിക്ക് പ്രൈസ് കൂട്ടി ഇടണം, ഞങ്ങളുടെ കമ്മീഷനും കിട്ടണം. ഞങ്ങളുടെ ഈ പാവപ്പെട്ട ഞങ്ങൾ ഈ വെയിലും കൊണ്ട് മനുഷ്യൻ്റെ ചീത്തയും കേട്ട് മഴയും നനഞ്ഞ് ഉണ്ടാക്കുന്ന പൈസയാണ് ഇവർ ഈ പിടിക്കുന്നത്. അത് കാരണം ലോട്ടറിയുടെ പ്രൈസ് കൂട്ടി ഇടണം. മനുഷ്യർക്കെല്ലാം മുഷ്ടിൽ ഞങ്ങളോ ടിക്കറ്റ് എടുക്കുന്നില്ല. ലോട്ടറിക്ക് പ്രൈസ് കൂട്ടി ഇടണം, ഞങ്ങൾക്ക് കമ്മീഷനും കൂട്ടണം. അത് അത്യാവശ്യമായിട്ട് നടക്കണം. ഈ സർക്കാർ ഇതിന് തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങൾ പോയി ജാഥയൊക്കെ നടത്തിയതാണ്. അന്നേരത്തേക്ക് അവരാണ്ട് ഇച്ചിരി 1-2 ഒക്കെ പ്രൈസ് കൂട്ടിയിട്ട് അത് പോരാ. 5000, 500, 1000 ഒക്കെ കൂട്ടിയിടണം. എന്നാലേ മനുഷ്യർ ഞങ്ങളോട് ടിക്കറ്റ് എടുക്കുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ 30 തന്നെ എടുക്കുന്ന പോലും ദിവസവും 8, 10, 15 ഒക്കെ കൈ പിടിച്ചോണ്ട് തിരിച്ചു പോകുക. ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഇതിനകത്ത്. 10, 15 ഒക്കെ മിച്ചം വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 750 രൂപ പോവുക. ആകെപ്പാടെ ഞങ്ങൾ 30 ടിക്കറ്റ് വിറ്റാൽ ഞങ്ങൾക്ക് കിട്ടുന്ന 220 രൂപയാണ്. ഞങ്ങൾ ഈ വെയിലത്ത് ഇവിടെ വന്ന് നിന്ന് ഒരു നാരങ്ങാവെള്ളം കുടിച്ചല്ലേ, രാവിലെ ഒരു ചായ കുടിക്കുന്ന 50 രൂപ ആകും. ഇന്ന് ഏറ്റവും കുറച്ച് ഞങ്ങൾ കുടിക്കുമ്പം ഒരു നാരങ്ങാവെള്ളം കുടിച്ച് 25 ആകും. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുപോകാൻ എന്ത് കാണും? ഞാനൊക്കെ രോഗിയാണ്. ഞങ്ങൾക്ക് ഒരു മാസം എനിക്കൊരു 10,000-3000 രൂപ മരുന്നിന് വേണം. ആരും തരാനില്ല. ഈ ടിക്കറ്റ് വിൽക്കുന്ന പൈസ കൊണ്ട് വേണം മരുന്ന് മേടിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ. അപ്പോൾ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു 10 ടിക്കറ്റും കൂടെ കൂടുതൽ വിൽക്കണമെങ്കിൽ ടിക്കറ്റിന് പ്രൈസ് കൂട്ടി ഇടണം, കമ്മീഷൻ കൂട്ടണം. ഒരു മനുഷ്യൻ ഞങ്ങളോട് ഇപ്പം നേരം വെളുത്ത് രാവിലെ 8 മണിയായപ്പോൾ ഞാനിവിടെ വന്നു. അപ്പം മണി 10 ആകാറായി. ഒരു ടിക്കറ്റ് എത്ര നേരം കൊണ്ട് ഞങ്ങൾ വിറ്റത്. ഞാൻ മാത്രമല്ല, ഇവിടെ തന്നെ ഈ ഏറ്റുമാനൂർ തന്നെ 1000-ഓളം ആൾക്കാരുണ്ട് ടിക്കറ്റ് വിൽക്കുന്നത്. എല്ലാവരും കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അത് കാരണം ഞങ്ങൾക്ക് ഇതിന് പ്രൈസ് കൂട്ടി. അതിന് സർക്കാർ ഉടനടി ഇപ്പോൾ ഈ ശബരിമല കേസ് കേട്ടും പോലെ തന്നെ ഒരു വലിയ കാര്യമായി ഇതും. ഞങ്ങളുടെ നിത്യനിവൃത്തിയത് ഇതിനകത്ത് മണ്ണ് വാരിയിട്ടുകൊണ്ടിരിക്കുക. ഈ ലോട്ടറിക്കാരായ ഞങ്ങളെ പിഴിഞ്ഞാണ് അവരിപ്പം ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ആനുകൂല്യമായിട്ട് നിൽക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഇല്ല. പിന്നെ യൂണിയനിലും അതും ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ അവർക്ക് മാത്രമുണ്ട്, അല്ലാത്തവർക്കൊന്നുമില്ല. ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് നാളെ ഒരു 4 വർഷമായുള്ളൂ തുടങ്ങിയിട്ട്. പിന്നെ ഞാനിതിന് അപേക്ഷ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഈ പെൻഷനും അതിനുമൊക്കെ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ല. സ്കൂൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് അഭിലോസ് പോലെ കുറേ പൊടി വാരി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് പണ്ട് 50 വർഷം മുമ്പുള്ള ജനന സർട്ടിഫിക്കറ്റിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിന്. പിന്നെ അതില്ലാതെ ഞങ്ങൾക്ക് അത് തരത്തുമില്ല. അത് കാരണം അതും ഇല്ല. അപ്പം ആകെപ്പാടെ ഞങ്ങളുടെ ജീവിതം കഷ്ടത്തില്ല. അപ്പോൾ ഇതിന് മാറ്റം വരും. ഞാനിപ്പോൾ ലോട്ടറി ആയിട്ട് ഇറങ്ങിയിട്ട് 4 വർഷമായില്ലേ. ഇവിടെ തുടക്കകാലത്തൊക്കെ എങ്ങനെയായിരുന്നു? തുടക്കകാലത്തൊക്കെ വലിയ കുഴപ്പമില്ല, ലോട്ടറി പോകുമായിരുന്നു. ഇപ്പം ഇവർ ഈ രണ്ടാമത്തെ ഇത് മാറ്റിയതോടുകൂടി ഇപ്പം ലോട്ടറി ആരും എടുക്കുന്നില്ല. എല്ലാവരും കരഞ്ഞോണ്ട് വെച്ചപ്പോൾ ഇവരൊക്കെ ഈ സമയം കൊണ്ട് ഒരു 100 ടിക്കറ്റ് വിൽക്കേണ്ടവരെ അപ്പം 5ഉം 10ഉം ഒക്കെ ഉള്ളൂ. ലോട്ടറിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 60 ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 60ഉം പോകുന്നില്ല. രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് വരുന്നതാണ്, പോകുന്നില്ല. ഞങ്ങൾക്ക് 10, 12 എണ്ണമൊക്കെ മിച്ചമാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇതും കൊണ്ട് വേണം ജീവിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ മരുന്ന് വാങ്ങിക്കേണ്ടവരൊക്കെയാണ്. ആൾക്കാർ എടുക്കാതിരിക്കാനായിട്ട് ഇവർ പ്രൈസ് കുറച്ചില്ലേ. പ്രൈസ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ കമ്മീഷനും കുറച്ചു. ഞങ്ങൾക്ക് കമ്മീഷൻ ഇപ്പം എത്രയാണ് 12 എണ്ണം വിറ്റ് കഴിയുമ്പോഴത്തേക്ക് 100-ൻ്റെ വിറ്റ് കഴിയുമ്പോൾ 240 രൂപയുണ്ടായിരുന്നു. ഇപ്പം 180 രൂപയെ കിട്ടുന്നുള്ളൂ. പിന്നെ 5000-ന് ഞങ്ങൾക്ക് 720 രൂപ 7200 രൂപ കിട്ടുമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് 5400 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ എന്തുമാത്രം പൈസ കുറയുന്നുണ്ട്. മദ്യം ഈ ലോട്ടറിയും കൊണ്ടല്ലേ സർക്കാർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ സർക്കാരോട് ഞങ്ങളുടെ കാര്യം പരിഹരിക്കണം. ലോട്ടറിക്കാരെ മാത്രമേ അവർ തടഞ്ഞില്ല, അല്ലാത്തവർക്കൊക്കെ GST കുറയ്ക്കുകയും ചെയ്തില്ല. ഞങ്ങൾക്കിപ്പം GSTയും കൂടി ഞങ്ങളുടെ ടിക്കറ്റിൻ്റെ വിലയും കുറച്ചു. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യണം? അപ്പം 30 രൂപയും കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്നാ ചെയ്യണം? ഞങ്ങൾ ഈ പാവപ്പെട്ടവരാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോട്ടറി വിൽക്കുന്നവർക്ക് എല്ലാവർക്കും മേലഴിയുള്ളവരാ. ഞങ്ങൾ ഇതും കൊണ്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം പറ?
ഞങ്ങൾ ആത്മഹത്യയുടെ പക്കത്തെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കുടുംബങ്ങൾ ഇതും കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. വാടകക്കാരും ഉണ്ട് അതിന്. ഇപ്പോൾ കൂലിപ്പണിയില്ല, ഞങ്ങൾക്കൊന്നും കൂലിപ്പണി അതല്ല, ഞങ്ങൾക്ക് കൂലിപ്പണിക്ക് പോകാൻ മേല, ഞങ്ങൾക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ മേലാത്തരും കുരിഞ്ഞു നിന്നും ഒന്നും ചെയ്യാൻ നട്ടല് മേലാത്തരും കാല് മേലാത്തവരും ഒക്കെ ഞങ്ങൾക്ക് എവിടെയും കൂലിപ്പണിക്ക് പോകാൻ പറ്റുന്നത്. അത് കാരണം ഞങ്ങൾക്കിപ്പോൾ പറ്റുന്ന പണി ഇതേ ഉള്ളൂ. അതിന് സർക്കാർ ഉണ്ടാകുന്ന പ്രൈസ് കുറച്ച് വില കൂട്ടുകയും ചെയ്ത്, അപ്പം ആരും എടുക്കുന്നില്ല, പ്രൈസ് കിട്ടുന്നില്ലെന്നും പറഞ്ഞിട്ട് ആരും എടുക്കുന്നില്ല. ഇപ്പം ലോട്ടറി ഞങ്ങളുടെ അകത്ത് കയറ്റത്തുമില്ല, ഞങ്ങളെ പുറമേ നിന്നാണ്. മൈതാനത്ത് കയറി ഞങ്ങൾ വിൽക്കുമായിരുന്നു. ഇപ്പോൾ എവിടെ എന്താ പ്രശ്നമൊക്കെ ആക്കിയത്, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഈ വാതിക്ക വഴിയാണ് നടന്ന് ഇങ്ങനെ പട്ടി നടക്കുന്നാൽ ആ വാതിക്കൽ ഈ വാതിക്കൽ ഓടി നടന്നാണ് ഞങ്ങൾ ഇത് വിൽക്കുന്നത്. അത് എല്ലാവരും ഒന്നും എടുക്കുന്നില്ല. ലോട്ടറി അവർ ചിലപ്പം 10-100 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്, 10,000, 10,000, 2,000 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒന്നും കിട്ടുന്നില്ല. അത് നമുക്കും സങ്കടമുള്ള കാര്യമാണ്. ഇപ്പോൾ ഡെയിലി വന്ന് 500 രൂപ 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കും, ഇല്ല, പ്രൈസ് അടിക്കുന്നില്ല. അത് കാരണം അവർ പിന്നെ വന്ന് എടുക്കത്തില്ല. അവർ അയ്യോ പിണറായി ഇവിടുന്ന് ഇറങ്ങി തരണം, എന്നാലേ ഉള്ളൂ ഞങ്ങളും ടിക്കറ്റ് എടുക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ ടിക്കറ്റ് ഞങ്ങൾ 10ഉം 12ഉം സെയിമൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു, ആരും ഞങ്ങളോട് എടുക്കുന്നില്ല. ഇന്നതേ എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യം ചേച്ചി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ 2 എടുക്കുന്നത്, ചേച്ചിയോട് 12 എടുത്തോണ്ടിരുന്ന. അതിനെ പറഞ്ഞ് ഈ സർക്കാർ ഇറങ്ങാതെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യണം? അത് കാരണം അവർക്കും ബുദ്ധിമുട്ടാണ്. ടിക്കറ്റ് മടുപ്പാണ്, പോകുന്നില്ല. നിങ്ങൾക്ക് ഈ അമ്പലത്തിനടുത്ത് തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല ഈ അമ്പലത്തിൻ്റെ അകത്ത് ഉള്ളിലൊക്കെ വിറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പം കുറച്ച് പേര് അകത്ത് കയറി പ്രശ്നം വന്നെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവർ ഇറക്കി വിട്ടു. പിന്നെ ഒരാൾ സെക്യൂരിറ്റി പറഞ്ഞത് കള്ള ലോട്ടറിയാണെന്നാണ് പറയുന്നത്. വരുന്നവരോടൊക്കെ പറഞ്ഞു വിടുക, അവരോട് ലോട്ടറി എടുക്കല് കള്ള ലോട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആക്ഷേപമുണ്ട്. ഞങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടണം ഇതിൻ്റെ അകത്ത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വിട്ട് വേറെ എങ്ങും പോയി ജീവിക്കുന്നവരല്ല. ഒന്നാമത് അവർ ഈ GSTയും കൂട്ടി എല്ലാം കൂട്ടിയോണ്ട് ലോട്ടറിയൊക്കെ പോകുന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഈ ഇവിടം വിട്ട് എങ്ങും പോയി ലോട്ടറി വിൽക്കുന്നവരല്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നേടി തന്നാൽ മതി. ഇത് സർക്കാരിൻ്റെ ലോട്ടറി അല്ലേ, വേറൊന്നും അല്ലല്ലോ. സർക്കാരിൻ്റെ ഈ ലോട്ടറി വിൽക്കാൻ പാടില്ല എന്ന് ഇപ്പം വന്ന മാനേജർക്കാണ് ആൾക്കാരെ കയറ്റാൻ ബുദ്ധിമുട്ട്. കഴിഞ്ഞ വർഷം വരുന്ന മാനേജറൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എല്ലാവരും ജീവിച്ച് പോക്കോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടിച്ച് ജീവിക്കുമായിരുന്നു. ഇപ്പം വന്ന മാനേജർ കർഷകമായിട്ടും പുള്ളി ഇപ്പോൾ സജിയെ നിർത്തിയേക്കുക. സജിയെ കൊണ്ട് ആട്ടുന്ന പോലെയാണ് ഇപ്പം ചെയ്യുന്നത് മൊത്തം. ആ സെക്യൂരിറ്റി ഇച്ചിരി ഒന്ന് കയറി ഞങ്ങൾ ഇത്രയും ബഹളം വെച്ച് ഈ സൈഡിൽ നിൽക്കുന്നത് തന്നെ. എപ്പോഴാണ് അവൻ ഇളകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇളകി കഴിഞ്ഞാൽ വൃത്തികെട്ട ഭാഷ മാത്രമേ അവൻ്റെ വായിന്ന് വരത്തുള്ളൂ. പെണ്ണുങ്ങളോട് മഹാമോശമായും വൃത്തികെട്ട ഭാഷ മാത്രമേ അവൻ പറയത്തുള്ളൂ. വൃത്തികേടെന്ന് പറഞ്ഞാൽ വൃത്തികേടല്ലാണ്ട് അവൻ്റെ വായിന്ന് വേറൊന്നും പറ്റത്തില്ല സത്യം. പിന്നെ ഞങ്ങൾ പറയാത്ത തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങളെ ഇവിടെ നിന്ന് പറക്കി വിടും. അവനത് ചെയ്യുകയും ചെയ്യും, അവനെ കൊണ്ട് മാനേജ് ചെയ്യിക്കുകയും ചെയ്യും. അതാണ് പരിപാടി. പ്രശ്നം സർക്കാർ ലോട്ടറിക്ക് പ്രൈസ് കൂട്ടിയിടണം, ഞങ്ങൾക്ക് ലോട്ടറിക്ക് കമ്മീഷനും കൂട്ടണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ അത്യാവശ്യം. അവിടുന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെ ഇത് അറിയിക്കുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ദേവസ്വത്തിലെ ഇതുപോലെ കൊള്ള നടക്കുന്നൊരു സാഹചര്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ പത്രത്തിലൂടെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഏറ്റവും പരിസരത്തുള്ള ഒരു വ്യക്തിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗം കിടക്കുന്നുണ്ട്, ആ ടാറെല്ലാം പൊളിഞ്ഞ് വർഷങ്ങളായി, നിങ്ങൾ കാണുന്നതല്ലേ. ഇത് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്ത് ഈ ഭക്തരെ വണ്ടി ബസ്സുകളും അല്ലെ ഓട്ടോറിക്ഷയും ഇതുപോലെയുള്ള ഈ കാറുകളും വന്ന് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഈ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.